കലാ വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഖിലേന്ത്യാ സെവൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനേകം വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലുടനീളം അല്ലെങ്കിൽ വാർത്തയിലുടനീളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ എന്താ പറയുക, നമ്മുടെ ഈ കളിക്കളങ്ങളിൽ നടക്കുന്ന കയ്യേറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ റഫറിമാരെ കയ്യേറ്റം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് താരങ്ങൾ തമ്മിലുള്ള കയ്യേറ്റ ശ്രമങ്ങൾ, ഇതെല്ലാം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതാണ്. എന്തായാലും ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിങ്ങനെയായിരുന്നു. 6 മാസമായിട്ട് ശമ്പളവും താമസവും സൗകര്യവുമില്ല. മലപ്പുറത്ത് വിദേശ ഫുട്ബോൾ താരത്തെ വഞ്ചിച്ചെന്ന് പരാതി. സീസണിൽ 2 മത്സരങ്ങൾ മാത്രമാണ് കളിപ്പിച്ചത്. ഇതുവരെ ₹1 പോലും തന്നിട്ടില്ലെന്നും താരം പറയുന്നു. മഞ്ചേരിയിൽ സെവൻസ് ഫുട്ബോൾ കളിക്കാനെത്തിയ വിദേശ താരത്തെ പണം നൽകാതെ വഞ്ചിച്ചതായി പരാതി. ഐവറി കോസ്റ്റ് സ്വദേശി കാങ്ക കൗസി ക്ലൗഡ് എന്ന 24-കാരനാണ് പരാതിയുമായി മലപ്പുറം SP ഓഫീസിലെത്തിയത്. മഞ്ചേരിയിലുള്ള ഫുട്ബോൾ ക്ലബ്ബ് കഴിഞ്ഞ 6 മാസമായിട്ട് ശമ്പളമോ താമസ സൗകര്യങ്ങളോ നൽകിയില്ലെന്നാണ് പരാതി പറയുന്നത്. സീസണിൽ 2 മത്സരങ്ങളിൽ മാത്രമാണ് കളിപ്പിച്ചതെന്നും ഇതുവരെ ₹1 പോലും തന്നിട്ടില്ലെന്നും താരം മാധ്യമങ്ങളോട് പറഞ്ഞു. ജനുവരിയിലാണ് നെല്ലിക്കുത്ത് FC എന്ന ക്ലബിന് കളിക്കാനായി ഐവറി കോസ്റ്റ് താരം കാങ്ക കൗസി മലപ്പുറത്ത് എത്തുന്നത് എന്നും ഈ വാർത്തയിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും വാർത്തയിൽ പറയുന്നത് പ്രകാരമാണ് എങ്കിൽ 6 മാസമായിട്ട് ഈ ഒരു താരം ശമ്പളമോ അതുപോലെ തന്നെ ഭക്ഷണമോ ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എന്നുള്ളതാണ്. കേൾവിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംശയം എന്നോണം നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. 6 മാസമൊക്കെ ഭക്ഷണം കഴിക്കാതെയോ അല്ലെങ്കിൽ ശമ്പളം ലഭിക്കാതെയൊക്കെ ഒരു മനുഷ്യൻ നിൽക്കുമോ? അല്ലെങ്കിൽ എവിടെയായിരുന്നു ഈ ഒരു താരം? 6 മാസമായിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു താരം പരാതിയുമായിട്ട് മുന്നോട്ട് വരാത്തത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനും ഉണ്ടാവും. അതായത് ഈ പറയപ്പെടുന്ന നെല്ലിക്കുത്ത് FCയുടെ ലേബലിൽ വന്നിറങ്ങിയിട്ടുള്ള ഈ ഒരു താരം കൂടുതൽ ശമ്പളം പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു ക്ലബിലേക്ക് പോവുകയും ആ ക്ലബ്ബ് ഇദ്ദേഹത്തിന് വേണ്ട പരിഗണന കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് മത്സരങ്ങൾ ലഭിക്കാതെ പോവുകയും ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വാർത്തയെ നമുക്ക് വ്യാഖ്യാനിക്കാം. അതുമല്ലെങ്കിൽ ഇന്ത്യ ഏതെങ്കിലും ടീമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോക്കൽ സെവൻസിൽ കളിയിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞത് കൊണ്ട് അദ്ദേഹം ആ ക്ലബ്ബുമായിട്ട് ബന്ധം വിച്ഛേദിച്ച് ലോക്കൽ കളിക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലോക്കൽ മത്സരങ്ങൾ കൂടുതൽ കളിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇതാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെയും കുറ്റം പറയാനൊക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്തയ്ക്ക് താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു: ടീമിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവൻ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ കൂടുതൽ പൈസ തരാമെന്ന് പറഞ്ഞ് വന്നവരുടെ കൂടെ പോയതാണ്. പിന്നെ ഇപ്പോഴാണ് കാണുന്നത് നെല്ലിക്കുത്ത് FCയുടെ വേറെയും വിദേശ താരങ്ങളുണ്ടല്ലോ, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. നെല്ലിക്കുത്ത് ക്ലബിന്റെ ഔദ്യോഗിക ഭാരവാഹികൾ ഇതുമായി നൽകിയിട്ടുള്ള ഒരു വിശദീകരണം കൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. പ്രിയമുള്ള ഗ്രൂപ്പ് അംഗങ്ങളെ, പടർന്ന് പന്തലിക്കുന്ന ഒരു സന്ദേശത്തിന്റെ നിജസ്ഥിതി വ്യക്തമാക്കാനാണ് ഞാൻ ഈ വോയിസുമായി കടന്നു വരുന്നത്. യുണൈറ്റഡ് FC നെല്ലിക്കുത്തിന്റെ പേരിൽ ഒരു വിദേശ താരം പരാതി കൊടുത്തു എന്നും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാതെ നെല്ലിക്കുത്ത് മാനേജ്മെന്റ് ബുദ്ധിമുട്ടിച്ചു എന്നും പറയപ്പെടുന്ന വിഷയത്തിന്റെ നിജസ്ഥിതി ഒന്ന് വ്യക്തമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ വോയിസ്. ഈ കളിക്കാരൻ നെല്ലിക്കുത്തുമായി യാതൊരു ബന്ധവുമില്ല. ഈ കളിക്കാരൻ നെല്ലിക്കുത്ത് റൂമിൽ വന്നിട്ടുമില്ല. നെല്ലിക്കുത്ത് അവസാന സമയം മഞ്ചേരിയിലും മാവൂരിലും നമ്മുടെ തളിപ്പറമ്പിലുമെല്ലാം കളിക്കുമ്പോൾ ഒരു വിദേശ താരങ്ങളുമില്ലാതെ മുഴുവൻ മലയാളികളുമായി കളിച്ചൊരു ടീമാണ് എന്നുള്ള വിവരം നിങ്ങൾക്കറിയാം. ഈ പ്ലെയർ ലോക്കൽ കളിക്കാൻ വന്നതാണ്. ഈ പ്ലെയറെ ഒരു മാനേജർ അദ്ദേഹത്തിന്റെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഇൻവിറ്റേഷൻ കൊടുക്കണമല്ലോ, നമ്മുടെ പേപ്പറിൽ കൊടുത്ത് കൊണ്ടുവന്നതാണ്. ഈ കൊണ്ടുവന്ന വിവരം നെല്ലിക്കുത്ത് മാനേജ്മെന്റോ നെല്ലിക്കുത്തിന്റെ ഓണറോ നെല്ലിക്കുത്തിന്റെ അസിസ്റ്റന്റ് മാനേജർക്കോ അറിയില്ല. ഈ വിഷയങ്ങൾ ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോഴാണ് അറിയുന്നത്. എന്നിരുന്നാലും മാനുഷിക പരിഗണന നിങ്ങൾ ചെയ്യാമെന്നും ഇത്രയും പൈസ നിങ്ങൾ ചെലവാക്കി ഈ ടീമിന് വേണ്ടി ഉയർത്താൻ വേണ്ടി നിങ്ങൾ ചെയ്തില്ലേ, അതുകൊണ്ടൊരു മാനുഷിക പരിഗണന നിങ്ങൾ ഈ പ്ലെയർക്ക് കൊടുക്കണമെന്നും അദ്ദേഹത്തെ കയറ്റിവിടാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നുമാണ് സ്റ്റേഷനിൽ നിന്നും അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞു. നമുക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഈ പ്ലെയറുടെ മുന്നിലില്ല. എന്നിരുന്നാലും മാനസികമായി ഒരു മനുഷ്യത്വപരമായി നമ്മൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞു. ഒരു വിഷയങ്ങളും കാര്യങ്ങളും അതിനെക്കുറിച്ചില്ല. ഈ പ്രശ്നം 5 മിനിറ്റോട് തീർന്ന വിഷയമാണ്. വിളിച്ചു, സംസാരിച്ചു, ഓക്കെ, അപ്പൊ തന്നെ പിരിഞ്ഞു പോന്നു. അല്ലാതെ ഊതി
പെരുപ്പിക്കേണ്ട വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് പിന്നിൽ ചില തൽപര കക്ഷികൾ ആണ് കൈ പ്രവർത്തിക്കുന്നത്. അവരാണ് ഈ സോഷ്യൽ മീഡിയക്കും മറ്റും എല്ലാം ന്യൂസും കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. വിഷയങ്ങളെല്ലാം പറഞ്ഞ് തീർത്തിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, അവിടെ പോയി അവരുമായി സംസാരിച്ചു. അവിടെ ചെന്നപ്പോൾ മാനേജർ എന്നുള്ള നിലയിൽ എന്നെ ഈ ആൾ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ നോ ഐഡിയ എന്നുള്ള പറഞ്ഞതാണ്. നെല്ലിക്കുത്തിന്റെ മാനേജർ എന്ന് പറഞ്ഞപ്പോൾ പ്ലെയർ പറയുന്നത് നോ ഐഡിയ എന്നാണ്, കണ്ടിട്ടില്ല, എനിക്കറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അവർക്ക് ഇതിന്റെ നിജസ്ഥിതി വ്യക്തമായി. എന്നിരുന്നാലും മാനസികമായ പരിഗണന കണക്കിലെടുത്തുകൊണ്ട് ഈ പ്ലെയറെ കയറ്റിവിടാനുള്ള സംവിധാനം നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നെല്ലിക്കുത്ത് ക്ലബിന് പറയാനുള്ളത്. ഇതിലും നമുക്ക് പിന്നെ വിശ്വസിക്കാൻ ആവാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു പ്ലെയർ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നറിയില്ല. ഈ താരത്തെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ അത് ഞങ്ങളുടെ ലെറ്റർ ഉപയോഗിച്ച് ചെയ്തു എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഇവർ അറിയാതെ ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അതായത് ഒരു ക്ലബിന്റെ ബന്ധപ്പെട്ട ഔദ്യോഗിക ഭാരവാഹികൾ അറിയാതെ എങ്ങനെയാണ് ഒരു പ്ലെയർക്കുള്ള ഇൻവിറ്റേഷൻ തയ്യാറാക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. പ്ലെയറിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസമായിട്ട് ഈ ഒരു പ്ലെയർ ഫുഡോ ഭക്ഷണമോ അതുപോലെ തന്നെ താമസ സൗകര്യമോ ഇല്ലാതെ എങ്ങനെയാണ് ഇത്രയും കാലം പിടിച്ചു നിന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, പിന്നെ ഇതുപോലെ 6 മാസമായിട്ട് എന്തുകൊണ്ടാണ് ഒരു പരാതിയുമായിട്ട് മുൻപിൽ വരാതിരുന്നത് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ക്ലബിന്റെ ഭാഗത്ത് നിന്നാണ് എങ്കിൽ എങ്ങനെയാണ് ഒരു വിദേശ താരത്തെ ഒരു നിങ്ങളുടെ ഇൻവിറ്റേഷൻ, നിങ്ങളുടെ അറിവോടെ അല്ലാതെ ഒരു ഇൻവിറ്റേഷൻ കൊടുത്ത് ആ ഒരു വിദേശ താരത്തെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിദേശ താരത്തിന് നാട്ടിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരുക്കി കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ അസോസിയേഷന് എത്ര താരങ്ങൾ വന്നു എന്നും ഏതെല്ലാം താരങ്ങൾ ലോക്കൽ കളിക്കുന്നുണ്ട് എന്നും ഏതെല്ലാം താരങ്ങൾ ക്ലബിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ ഏതെല്ലാം താരങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇവരുടെ കയ്യിലില്ല എന്ന് പറയുന്നത് ദയനീയമാണ്. അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ഇതിലെല്ലാം കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയിട്ട് വേണ്ട നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് എടുക്കേണ്ടതാണ്. എന്തായാലും ഈ ഒരു താരത്തിന് നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഉറപ്പുവരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇത്തരത്തിലൊരു വാർത്ത ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, കാൽപന്ത് കളിയെ സ്നേഹിക്കുന്ന മലപ്പുറത്ത് നിന്ന് തന്നെ വരുന്നു എന്നുള്ളത് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഫുട്ബോളിന് അത്രമേൽ ഹൃദയം ചേർത്ത് പിടിക്കുന്നവരാണ് ഓരോ മലപ്പുറംകാരനും. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ക്ലബിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വരുത്തിയിട്ടുണ്ട്, വീഴ്ച പറ്റിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ക്ലബിനെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടി എടുക്കണം. അതുപോലെ തന്നെ ക്ലബിന്റെ അനുമതിയോടുകൂടെ അല്ലാതെ അവരുടെ ഇൻവിറ്റേഷൻ ആരെങ്കിലും കൊടുത്തൊരു പ്ലെയറിനെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. അത്തരം ഒരു കാര്യം ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്കെതിരെയും നടപടിയെടുക്കാൻ നെല്ലിക്കുത്ത് FC ക്ലബിന്റെ ആളുകൾ തയ്യാറാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.